കാലപ്രവാഹത്തിനനുസരിച്ച് മനുഷ്യന്റെ സ്വഭാവഗതിക്കും ദിനചര്യയ്ക്കും മാറ്റങ്ങൾ വരുന്നു. അതിലൂടെ മനസ്സിലെ നന്മകൾ നഷ്ടപ്പെടരുതേ എന്ന പ്രാർത്ഥന ഊട്ടിയുറപ്പിക്കാൻ ഞങ്ങൾ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്നു പ്രഹേളിക. സത്യം മടുത്തു. എപ്പോഴും ഒരു പഠിത്തം ട്യൂഷനും തന്നെ, ഒരു റെസ്റ്റ് ഇല്ല, കളിയില്ല. അമ്മൂന്റെ അമ്മൂമ്മയും മീനാക്ഷി അവിടെ പോയിരിക്കാം. നാളെ വിഷു അല്ലേ, അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയിക്കാം. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അച്ഛനും അമ്മയും പാതിരാത്രിക്ക് ഒരു നാളെ വിഷു ആയിട്ട് എങ്ങാനും വീട്ടിലിരുന്നാ മതി. നാളെ എത്ര വിഷു കൈനീട്ടം കിട്ടും? എനിക്കും എല്ലാവരും എന്റെ വീട്ടിൽ വരും. എനിക്കും കൈനീട്ടം കിട്ടും. എന്റെ വീട്ടിൽ എല്ലാരും വരും. എല്ലാരും വീട്ടിലുണ്ടെങ്കിൽ എന്ത് രസം. എല്ലാരും വീട്ടിലുണ്ടാവാൻ എന്തൊരു വഴി. ഐഡിയ എന്നാ പോട്ടെ, നാളെ വൈകിട്ട് കാണാം. കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ നാരായണ. എടി എടി മീനാക്ഷി, നീ എണീറ്റില്ലേ? ഈ വയസ്സാം കാലത്ത് ഞാൻ എന്നെ എല്ലാ പണിയും ചെയ്ത് തീർക്കണം, കണിയും ഒരുക്കണം. ഞാൻ എഴുന്നേറ്റ് വച്ചമേതാ. നീ പോയി അവരോടെല്ലാവരോടും കളി കാണാൻ വരാൻ പറയൂ. പിന്നെ അമ്മൂട്ടിയുടെ കണ്ണു മുറുകെ അടച്ചു വരാൻ പറയൂട്ടോ. സാറിനെ കൊച്ചമ്മനെ വിളിക്കേണ്ടെന്ന് രാത്രി തന്നെ പറഞ്ഞു. അമ്മൂട്ടിനെ ഇപ്പൊ വിളിക്കാം. എന്റെ കൃഷ്ണ, ഇവർക്കൊന്നും രാവിലെ എണീക്കാറായില്ലേ? കഷ്ടം. എന്റെ കുട്ടി ഈ ശീലമൊന്നും പഠിക്കാണ്ടിരുന്നാ മതി. അല്ല, ഈ TV തുറക്കാനുള്ള കുന്ത്രാണ്ട് എന്തിയെ? ഈ പിള്ളേരൊക്കെ എവിടെയാണാവോ കൊണ്ടുവച്ചേക്കുന്നത്? കണ്ണു തുറന്നോളൂ കുട്ടി. എന്റെ കൃഷ്ണ, വിഷു ആയിട്ട് ഈ വേഷത്തിലാണ് വന്നേക്കുന്നത്. ഗുഡ് മോർണിംഗ് അമ്മൂമ്മ, ഹാപ്പി വിഷു. എന്റെ കൃഷ്ണ, വിഷു ആയിട്ട് എന്റെ കുട്ടി വേഗം പോയി കുളിച്ചിട്ട് വരൂ, വിഷു കൈനീട്ടം തരാം. എടി മീനാക്ഷി, നീ പോയി ആ TV ഒന്ന് തുറന്ന്, പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടാവും. എന്റെ അമ്മൂമ്മ അവരെയായിട്ട് എങ്ങനെ കാർട്ടൂൺ ചാനൽ കാണാൻ സമ്മതിക്കണേ? നല്ല കാര്യമായി. അമ്മൂട്ടിനെ രാവിലെ തന്നെ ട്യൂഷനും ഡാൻസിനും വിടാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷു ആയിട്ട് എനിക്ക് റെസ്റ്റ് ഇല്ലേ? ട്യൂഷനും ഡാൻസും എന്തെങ്കിലും അവധി തരാൻ പറയും അമ്മൂമ്മ, പ്ലീസ്. എന്താ ഷാമി, എന്തെങ്കിലും ആ കുട്ടിക്ക് വിശ്രമം കൊടുത്തോടെ? അമ്മയ്ക്ക് അങ്ങനെ പറയാം. ആളുകളുടെ മുന്നിൽ ഞാനല്ലേ നാണം കരുതാ. എന്തായാലും ഗമ. അവളുടെ മോനേക്കാൾ ഹാഫ് മാർക്ക് കൂടുതൽ കിട്ടണം. എന്നാ പിന്നെ ഡാൻസിംഗിൽ വേണ്ടെന്ന് വെച്ചോടെ? അയ്യോ, അത് പറ്റില്ല. 1-ാം തീയതി സ്കൂൾ ആനിവേഴ്സറി, പിന്നെ നമ്മുടെ ക്ലബ് ഡേ ആണ്. അല്ല
ആശംസ എല്ലാം എന്നെ തന്നെ. വിഷു ആയിട്ട് നിങ്ങൾക്ക് കെട്ടിയോനും കെട്ടിയോൾക്കും വീട്ടിലിരുന്നോടെ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, നീ ഇത് കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? കളികാലം അല്ലാതെന്ന് പറയാൻ. അമ്മുട്ടി, ഇനി പോയ ഫോണൊന്നും എടുത്തേ. ഹലോ, ആരാ? ഞാൻ ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണനോ ഭഗവാനോ? ആ ഫോണിൽ തന്നെ. ഹലോ, ഞാൻ ഭാഗീരഥിയമ്മ. ആരാ? ഞാൻ അമ്മയുടെ കണ്ണൻ, ഉണ്ണിക്കണ്ണൻ. കൃഷ്ണ കൃഷ്ണ, ഞാൻ എന്തേ കേൾക്കുന്നത്? അതെ, ഞാൻ തന്നെ. അമ്മയുടെ ഒപ്പം വിഷുസദ്യയുണ്ണാൻ ഞാനും വരുന്നു. ഇന്ന് മക്കൾ ആരും വെളിയിൽ പോവണ്ട, നമുക്ക് സദ്യ ഗംഭീരമാക്കണം. എടി മീനാക്ഷി, നീ പോ, എല്ലാം തയ്യാറാക്കും. അമ്മ ഭഗവാൻ എങ്ങനെയിരിക്കും? അതൊക്കെ നീ നിന്റെ അമ്മൂമ്മടുത്ത് ചോദിക്കും. ഐ ആം ടു മച്ച് ബിസി. വല്ലതും തരണേ. ശ്യാമേ, നീ പുറത്തു പോയി നോക്കൂ. അമ്മേ, ആവതില്ലാത്ത ആളാണേ, കഴിക്കാൻ വല്ലതും തരണേ. എന്തു പറ്റി ശ്യാമേ? നല്ലൊരു ദിവസമായിട്ട് കേറി വരാൻ കണ്ട ഒരു സാധനം പേപ്പർ വായിക്കാൻ സമ്മതിക്കണില്ല. എന്തായി അമ്മ? നിനക്കൊന്ന് അടുക്കളയിൽ വന്ന് സഹായിച്ചോടെ? ഇനിയിപ്പോ എല്ലാം തീർന്നു. ഇനി ഉണ്ണിക്കണ്ണും മാത്രം വന്നാൽ മതി. പിന്നെ ആരോ വന്നു. ഞാൻ നോക്കാം. എന്തു വേണം? സർ, ഞങ്ങൾ അടുത്തുള്ള അനാഥാലയത്തിലേക്ക് ഒരു സംഭാവനയ്ക്കായി വന്നതാണ്. ഇവിടെ ഒന്നുമില്ല. നല്ലൊരു ദിവസമായിട്ട് ഓരോരുത്തരും കടന്നു വന്നത്. എന്താ ചെയ്യാ? അവധി ദിവസമാണെങ്കിൽ വീട്ടിൽ ഇരിക്കാമെന്ന് വെച്ചാൽ സമ്മതിക്കില്ല. അമ്മ ആരോ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കും. കൃഷ്ണ കൃഷ്ണ, അപരാധം പറയല്ലേ. നിങ്ങൾ നോക്കിക്കോ, നിശ്ചയമായും ഉണ്ണിക്കണ്ണൻ വരും. മണി 3 എനിക്ക് പ്രോഗ്രാമിന് പോകേണ്ടതാണ്. നമുക്ക് കഴിക്കാം ശ്യാമേ. എനിക്കുമായി. കൃഷ്ണ കൃഷ്ണ, നിന്റെ ഓരോ മായാവിലാസങ്ങൾ. നിനക്ക് വേണ്ടി ഈ അമ്മ എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാം. അമ്മൂമ്മയ്ക്കാണ് ഫോണ്. അയ്യോ ഭഗവാനെ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താ വരാത്ത? ഞാനവിടെ വന്നിരുന്നു അമ്മേ. വന്നോ? അതെ, ഞാൻ പല രൂപത്തിലും ഭാവത്തിലും നിങ്ങളുടെ ഭവനം സന്ദർശിച്ചിരുന്നു. കൃഷ്ണ കൃഷ്ണ. അതെ, നിങ്ങൾ എനിക്ക് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയപ്പോൾ വിശപ്പിന്റെ വിളിയുമായി എത്തിയവരെ കണ്ട ഭാവം നടിച്ചില്ല. അങ്ങനെയൊന്നും കരുതിയില്ല ഭഗവാനെ. ഞങ്ങൾ അഗതികളെയും അശരണരെയും സഹായിക്കാതെയും അവർക്ക് ഭക്ഷണം നൽകാതെയും ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് എന്തു കാര്യം? നന്മയുടെ നിറകുടമായ നിങ്ങളുടെ മക്കൾക്ക് വേണ്ട സ്നേഹവും സാമീപ്യവും നിങ്ങൾ നൽകിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പൊങ്ങച്ച ലോകത്താണ്. കൃഷ്ണ ഭഗവാനെ. അമ്മേ, TV കാണുന്നതിന് പകരം ഭാഗവത പാരായണവും രാമായണം വായനയുമാണ് വേണ്ടത്. ആ മഹാഗ്രന്ഥങ്ങളുടെ കഥകൾ എന്ന് അവകാശപ്പെട്ടു വരുന്ന TV സീരിയലുകൾ ആ ഗ്രന്ഥങ്ങളെ മലീമസമാക്കുന്നു. കൃഷ്ണ ഞങ്ങളോട് പറയണേ. കൃഷ്ണ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ
ദിനേശ് അയ്യങ്കാവ്. രംഗപടം സജീവ് കോടനാട്. ശബ്ദമിശ്രണം സുബു മനക്കുടി. രംഗത്ത് മാസ്റ്റർ ഹനീഫ, ആദിത് സുരേഷ്, ദർശൻ ദിനേശ്, കുമാരി ഹഫീന ഹനീഫ, ഋതിക മോഹൻ, ആര്യനന്ദ ഉണ്ണി.